തിരുവനന്തപുരം മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFന് തിരിച്ചടിയാകും. പല ബൂത്തുകളിലും UDF അനുകൂല വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. പതിവ് രീതിക്ക് മാറ്റമില്ലാതെ രാവിലെ 8 മണിയോടെ തന്റെ താമസ സ്ഥലമായ ജോയിന്റ് കൗൺസിൽ ഹാളിൽ നിന്നും പ്രസ് ക്ലബ്ബിലെ തട്ടുകടയിൽ പന്ന്യൻ രവീന്ദ്രൻ എത്തി. ബൂത്തുകളിൽ നിന്ന് കണക്കുകൾ ശേഖരിക്കുന്നതേയുള്ളൂവെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷ പന്ന്യൻ രവീന്ദ്രൻ കൈരളി ന്യൂസുമായി പങ്കുവച്ചു. ക്യാമ്പുകളിൽ ഒരു വല്ലാത്ത നിസ്സംഗതിയായിരുന്നു. ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ അവരെ വോട്ടുകൾ വന്നിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അത് പിന്നെ കോൺഗ്രസിൻ്റെ ആ ബൂത്തുകൾ നമ്മൾ കണ്ടാൽ പുറത്ത് കിട്ടുന്ന ബൂത്തുകളുണ്ടല്ലോ, അവിടുത്തെ ആളുകളെ കണ്ടാൽ ഞാൻ അവരോടൊക്കെ പോയിട്ട് ലോക്യം പറഞ്ഞ്. പക്ഷേ അവർക്ക് ഒരു മനസ്സിനകത്ത് ഇത് ഒരു ജോലി ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളത് പറയുന്ന ഒരു രീതി അവരുടെ അടുത്ത് കണ്ടില്ല. അപ്പോൾ അതിലൊക്കെ കൂടി എനിക്ക് തോന്നുന്നത് അത് സ്വാഭാവികം മാത്രമാണ്. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 10% പോളിംഗ് കുറഞ്ഞത് UDFന് തിരിച്ചടിയാകും. LDF അനുകൂല പ്രദേശങ്ങളിൽ മികച്ച പോളിംഗ് നടന്നത് അനുകൂലമാകും. MLA-മാരുടെ മികച്ച പ്രവർത്തനം അതിന് സഹായകമായി. കഴിഞ്ഞ 2 തവണ UDFന് വോട്ട് ചെയ്തവരിൽ പലരും ഇത്തവണ ബൂത്തുകളിൽ പോലും എത്തിയില്ല. ഇതാണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാക്കിയത്. UDF അനുകൂല മേഖലകളിൽ ശശി തരൂരിനെതിരായ വികാരം പ്രകടമായിരുന്നുവെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇത്തവണ തിരിച്ചടിയാകുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. പണമെറിഞ്ഞുള്ള പ്രചാരണം മണ്ഡലത്തിൽ നടത്തിയിട്ടും ഇത്തവണ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നാണ് NDA ക്യാമ്പിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.